ആരെയും നടുക്കുന്ന ഇരട്ടക്കൊലപാതക വാർത്തയുമായാണ് ഇന്നത്തെ ആ, പ്രഭാതം നമ്മളെ തേടിയെത്തിയത്. ഇരട്ടക്കൊലപാതകം എന്ന് പറഞ്ഞാൽ അച്ഛൻ മകളെ കുത്തിക്കൊല്ലുക, അച്ഛൻ ഭാര്യയുടെ അനുജത്തിയുടെ ഭർത്താവിനെ കുത്തിക്കൊല്ലുക, അങ്ങനെ രണ്ട് കൊലപാതകങ്ങൾ. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊലപാതകങ്ങൾ നടന്നത് എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ്? ഈ കൊലപാതകങ്ങൾ നടത്തിയ ആളുടെ പേര് ഷെയ്ഖ് അബ്ബ എന്നാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് വരെ വിദേശത്ത് നല്ല ജോലിയൊക്കെ ചെയ്ത് കുടുംബത്തിന് വേണ്ടി സമ്പാദിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ ഭാര്യയുമായി അല്ലറ ചില്ലറ സൗന്ദര്യ പിണക്കങ്ങളും ഒരു തവണ ഡൈവോഴ്സിന്റെ വക്കുവരെ എത്തിയ ദാമ്പത്യ ബന്ധം, ഇതിനെയൊക്കെ ബന്ധുക്കളും സഭയിലെ പണ്ഡിതന്മാരും ഒക്കെ സംസാരിച്ച് അവരെ വീണ്ടും ഒരുമിപ്പിച്ചു. കുടുംബജീവിതം മുന്നോട്ട് പോകുന്നു. അയാൾ വിദേശത്താണ്, കുഴപ്പമില്ലാതെ ജീവിതം നടന്നു പോകുന്നു. താഹിറ എന്ന ഭാര്യ, അതായത് ഈ ഷെയ്ഖ് അബ്ബയുടെ ഭാര്യ താഹിറ, മകൾ ജുമൈല, അങ്ങനെ സന്തുഷ്ട കുടുംബമാണ്. അങ്ങനെ ഇയാൾ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് നാട്ടിൽ വരുന്നു. മദ്യപാനം, പിന്നെ ലഹരി ഉപയോഗം എന്ന് പറഞ്ഞാൽ കൊലപാതക കേസിലെ പ്രതിയൊക്കെ ലഹരിക്ക് നിരന്തരം അടിമ എന്ന് പറഞ്ഞാൽ നാട്ടുകാരൊക്കെ അങ്ങ് വിശ്വസിക്കും. പക്ഷെ നമുക്കതിനുള്ള തെളിവുകളൊന്നും ലഭ്യമല്ല. ഇയാൾ ഏതൊക്കെ MDMA മറ്റേ LSD ഒക്കെ വലിയ നിരന്തരം മയക്കുമരുന്നിന് അടിമയാണെന്നൊന്നും പറയാനുള്ള തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടില്ല. മദ്യലഹരിയിലായിരുന്നു ഇയാൾ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഇയാൾ മദ്യലഹരിയിലായിരുന്നു. അപ്പോൾ ഇയാൾ നിരന്തരം മദ്യപിക്കും. ഷെയ്ഖ് അബ്ബ നിരന്തരം മദ്യപിക്കും. അങ്ങനെ ഇയാളുടെ പൊറുതിമുട്ടിയപ്പോൾ താഹിറയും മകളും എന്ത് ചെയ്തു എന്നാൽ പിന്നെ സഹോദരിയുടെ വീട്ടിൽ പോയി താമസിക്കാമെന്ന് പറഞ്ഞ് ഈ മകളും അമ്മയും കൂടി സഹോദരിയുടെ വീട്ടിൽ പോയി താമസിക്കുന്നു. സഹോദരിയുടെ വീട്ടിൽ പോയി താമസിക്കുമ്പോൾ ഷെയ്ഖ് അബ്ബ അവിടെയും പോയി ബഹളം. അപ്പോൾ ഒത്തുതീർപ്പിനെത്തിയ ആളുകൾ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ ബന്ധം വേർപിരിയുന്നതാവും നല്ലത്. കാരണം നീ നിരന്തരം കള്ളുകുടി. ഒരു പെൺകുട്ടിയെ വളർന്നു വരുന്നുണ്ട്. ആ പെൺകുട്ടി സ്കൂളിലാണ് പഠിക്കുന്നത്. ആ പെൺകുട്ടിയുടെ ഭാവി കൂടി നോക്കണമല്ലോ. ഈ പെണ്ണുങ്ങൾ നിങ്ങൾ ഡൈവോഴ്സ് കൊടുത്ത് അവർ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകട്ടെ. അപ്പോൾ ഷെയ്ഖ് അബ്ബയ്ക്ക് അടുത്തൊരു നിബന്ധന, ഡൈവോഴ്സ് കൊടുക്കാം, പക്ഷേ എനിക്ക് പൂർവിക സ്വത്തായി ലഭിച്ച 10 സെന്റ് സ്ഥലം ഞാൻ നല്ല രീതിയിൽ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ പേരിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ആ സ്വത്ത് എനിക്ക് തിരിച്ചു തരണം. ആ 10 സെന്റ് സ്ഥലം എനിക്ക് തിരികെ എഴുതി തരണം. അതായിരുന്നു ഇയാളുടെ വാദഗതി. അങ്ങനെയാണ് കുടുംബത്തിൽ വഴക്കുകൾ സർവ്വസാധാരണമാകുന്നത്, പതിവാകുന്നത്. അങ്ങനെ വഴക്ക് പതിവായപ്പോൾ ഇവര് താഹിറ കുഞ്ഞിനെയും കൊണ്ട് സഹോദരിയുടെ വീട്ടിൽ പോയ കാര്യം ഞാൻ പറഞ്ഞു. ഇയാൾ കഴിഞ്ഞ ദിവസം സഹോദരിയുടെ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കി, താഹിറയെ ഉപദ്രവിച്ചു. ഇത് കണ്ട് സഹോദരിയുടെ ഭർത്താവ് വന്നിട്ട് ഇടപെട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും ഇവിടെ നടക്കുകയില്ല എന്ന് പറഞ്ഞു. അവിടെ വഴക്കായി. ഇയാൾ ഷെയ്ഖ് അബ്ബ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് ആ ഭാര്യ സഹോദരിയുടെ ഭർത്താവിനെ കത്തികൊണ്ട് കുത്തി. ഭാര്യ സഹോദരിയെ ഉപദ്രവിച്ചു, മുറിവേൽപ്പിച്ചു. ഇത് കണ്ടുകൊണ്ടാണ് സ്കൂൾ വിട്ട് ആ ജുമൈല എന്ന് പറയുന്ന പെൺകുട്ടി വരുന്നത്. അപ്പോൾ വാപ്പയെ തടയാൻ വേണ്ടി ആ പെൺകുട്ടി മുന്നിൽ കയറുന്നത്. വാപ്പ കുത്തില്ലല്ലോ, എന്നോട് സ്നേഹവും കരുണയും ഒക്കെ ഉള്ള ആളാണല്ലോ വാപ്പ, എൻ്റെ ഉപ്പ എന്നെ കുത്തില്ലല്ലോ എന്ന് കരുതി മുന്നിൽ കയറുന്നു. ആ മദ്യലഹരിയിലായിരുന്ന അച്ഛൻ ആ പെൺകുട്ടിയെയും പെൺകുട്ടിയെ കുത്തിവീഴ്ത്തുമ്പോൾ സ്വാഭാവികമായി അപ്പൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ തന്നെ കത്തിയൊക്കെ താഴെ വീഴും. അറിയാതെ പറ്റിയതാണെങ്കിൽ, എത്ര ലഹരിയിലാണെങ്കിലും ബോധത്തിന്റെ ഒരു കണിക അവശേഷിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം മകളെ കുത്തിപ്പോയല്ലോ എന്ന കുറ്റബോധം കൊണ്ട് അയാളുടെ കത്തിയൊക്കെ താഴെ പോയി അയാളും നിസ്സഹായനായി. ആ സ്പോട്ടിൽ തന്നെ അയാളും നിസ്സഹായനായി വീണു. ഈ കൊലയുടെ പ്രതിയും. നാട്ടുകാർ ഓടിക്കൂടി പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ എത്തിച്ചു, പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് വന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. അയാൾ കസ്റ്റഡിയിലാണ്. മദ്യലഹരിയിലായതുകൊണ്ട് ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ലഹരി മാറിയ ശേഷം ചോദ്യം ചെയ്യും. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ മരണം സ്ഥിരീകരിച്ചു. ഇന്ന് ഒരല്പസമയം മുമ്പാണ് രണ്ടാമത്തെ മരണവും, കുത്തേറ്റ ഭാര്യ സഹോദരിയുടെ ഭർത്താവിന്റെ മരണവും ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ മഞ്ചേശ്വരത്ത് 2 കൊലപാതകം, ഒരു ഇരട്ട കൊലപാതക കേസ് കൂടി കേരള പോലീസിന്റെ ക്രൈം റെക്കോർഡ്സിൽ കയറുകയാണ്. ഒരാവശ്യവുമില്ലാതെ മദ്യപിച്ച് ബഹളമുണ്ടാക്കാൻ പോയിട്ട് 2 പേരെ കൊല്ലേണ്ടി വന്ന ഷെയ്ഖ് അബ്ബയുടെ അവസ്ഥ. വിദേശത്ത് വളരെ സമൃദ്ധിയോടുകൂടി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് വന്നുപെട്ട അവസ്ഥ ആലോചിച്ച് നോക്കൂ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ എന്ന് പൂന്താനം പാടിയത് വീണ്ടും പാടിപ്പോകേണ്ട അവസ്ഥ. ഏതായാലും ഇങ്ങനെയൊന്നുമല്ല വേണ്ടിയിരുന്നത് എന്ന് നമുക്കിപ്പോൾ തോന്നാമെങ്കിലും, ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യമാണെങ്കിലും MDMA ഒക്കെ ആണെങ്കിലും ഈ ലഹരിയുടെ ബലത്തിൽ ഓരോന്ന് ആളുകൾ ചെയ്തു കൂട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ്. സ്വന്തം മകളെ കുത്തിവീഴ്ത്തുക എന്ന് പറയുന്ന ദാരുണമായ പൈശാചികമായ
സംഭവം. അതാണ് ഷെയ്ഖ് അബ്ബ ചെയ്തത്. അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി കോടതിയിൽ ഹാജരാക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം വിശദമായ അന്വേഷണം നടക്കും, തെളിവെടുപ്പ് നടക്കും. അതിനുശേഷം ഇയാള് വിചാരണയ്ക്ക് ശേഷം പ്രതിക്ക് തക്കതായ ശിക്ഷ കോടതി നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.